മോഹൻലാൽ വളരെ വൈകാരികമായൊരു കുറിപ്പാണ് പങ്കുവച്ചത്. മഴ തോർന്ന പോലെയുള്ള ഏകാന്തതയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. ആർത്തിയോടെ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന്, അഭിനയിച്ച് മതിവരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും വായിച്ച തിരക്കഥകളിൽ നിന്ന്, അരങ്ങിൽ നിന്നിറങ്ങിയിട്ടും ഹൃദയത്തിൽ തന്നെ തങ്ങി നിന്ന കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ എൻ്റെ MT സാർ പോയല്ലോ. ചേർത്തു പിടിക്കുമ്പോൾ മറ്റാർക്കും നൽകാനാവാത്ത സമാധാനവും സ്നേഹവും നെഞ്ചിലേക്ക് പകർന്നു തന്ന പിതൃതുല്യനായ MT സാർ മടങ്ങിയല്ലോ. MT സാർ എനിക്കാരായിരുന്നു എന്ന് പറയാൻ പോലും ആവുന്നില്ല. എല്ലാമായിരുന്നു എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകും. പഞ്ചാഗ്നിയിലെ റഷീദിനെ പോലെ, സദയത്തിലെ സത്യനാഥിനെ പോലെ ആ ഇതിഹാസം മനസ്സിൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞതിൽ പരം ഒരു ഭാഗ്യം ഇനി വരാനുണ്ടോ? വായിച്ച് കണ്ണുനീരഞ്ഞ വടികൾ അഭിനയിച്ചപ്പോൾ പ്രേക്ഷകരുടെ കണ്ണു നിറഞ്ഞതിൽ പരം ഒരു സംതൃപ്തി ഇനി എനിക്ക് കിട്ടാനുണ്ടോ എന്നാണ്. മലയാളത്തിൻ്റെ എഴുത്തുകാരൻ വാരണാസി എഴുതുമ്പോൾ തൻ്റെ എഴുത്തിനും സാധമൂട്ടിയിരുന്നു. ഒരു പ്രേക്ഷകൻ അല്പസമയം മുമ്പ് വിളിച്ചു പറഞ്ഞതാണ്, നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നോ? വാരണാസിയുടെ അവസാനം അതിൽ സുധാകരൻ ഇങ്ങനെയാണ് പറയുന്നത്: കാലഭൈരവൻ ഇപ്പോഴും റോന്തു ചുറ്റുന്നുണ്ടാവും, മണികർണികയിലും ഹരിചന്ദ്രഘട്ടത്തിലും ഇപ്പോഴും ശവങ്ങൾ കത്തിയെരിയുന്നുണ്ടാവും. ആനന്ദവനവും മഹാശ്മശാനവുമായി ഈ നഗരം വീണ്ടും ഒരിടത്താവളമായിരിക്കുന്നു. നാളെ വീണ്ടും യാത്ര ആരംഭിക്കുന്നു മറ്റൊരിടത്താവളത്തിലേക്ക്. MT യാത്രയായിരിക്കുന്നു. വാരണാസിക്ക് ശേഷം MT പിന്നെ എഴുതിയിട്ടില്ല. വാരണാസിയിൽ ഒരുപക്ഷെ തൻ്റെ എഴുത്തിനും സാധമുട്ടിയാവാം MT മടങ്ങിയിട്ടുണ്ടാവുക. MT സ്നേഹിച്ച, MTയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച വായനക്കാർക്ക് ഇത്തരം അനുഭവങ്ങൾ ഒരുപാടാണ്. ഇനി MT ഇല്ല. ഇനി MT ഇല്ലാത്ത കാലമാണ്. കാലത്തിന് നന്ദി, MTയെ തന്നതിന്, ഭാഷയ്ക്ക് ഒരു പെരുന്തച്ഛനെ തന്നതിന്, മലയാളത്തിൻ്റെ സുഹൃതമായതിന് MTക്കും നന്ദി.